ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്ന നാട്ടിൽ അതേപോലെ അമേരിക്കയിൽ നിന്ന് പോലും ഞങ്ങളുടെ ശൈലജ ടീച്ചറെ മരുന്നിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളത് വലിയ കാര്യമാക്കിയിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സഖാക്കളുടെ നാട്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് യൂറോളജി വിഭാഗം തലവൻ രാജിവെക്കാൻ ഒരുങ്ങുന്നതിൻ്റെ വാർത്തയാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്നത് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നാട്ടിലെ മറ്റുള്ള ആശുപത്രികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട വീണ ജോർജ്, നിങ്ങളുടെ അടുത്ത് നമുക്ക് ചോദിക്കാനുള്ള കാര്യം, നിങ്ങൾ ഈ PR ഏജൻസിയെയും വെച്ചിട്ട് ഈ മിന്നൽ പരിശോധന നടത്തുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ 100% നിരവധി ഇന്ത്യക്കാരെ ദാരുണമായിട്ട് തീപിടിച്ച് മരണപ്പെട്ടിട്ടുള്ള കുവൈത്തിലെ ദുരന്തത്തിൻ്റെ സമയത്ത് കുവൈത്ത് സന്ദർശിക്കാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആവേശത്തിൻ്റെ 1% ഇവിടെ നിങ്ങൾ കാണിക്കായിരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥ നമ്മളുടെ ഒരു മെഡിക്കൽ കോളേജിന് വരില്ലായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഇനിയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ലഭ്യതയാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഖാക്കളുമായിട്ട് ബന്ധപ്പെട്ടാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം വടിവാള്, സൈക്കിൾ ചെയിന്, കത്തി, അങ്ങനത്തെ മയക്കുപിടി വെക്കാനുള്ള തോക്ക് വരെ അവരുടെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഖാവ് വീണയോട് പറയാനുള്ളത്, തള്ളുകൊണ്ടും റീൽസ് കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരമാവില്ല. അതിനൊക്കെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് പണിയെടുത്താൽ മാത്രമേ തീരുള്ളൂ എന്നുള്ളതാണ്.